2300ഓളം പ്രകാശവർഷമകലെ ഒരു നക്ഷത്രം നിലകൊള്ളുന്നു. ഒരുപക്ഷേ ഒന്നിലധികം ഗ്രഹങ്ങൾ ആ നക്ഷത്രത്തെ ഭ്രമണം ചെയ്യുന്നുണ്ടാകാം. എന്നാൽ ഒരു സൂപ്പർനോവയുടെ വക്കിലെത്തിയ ആ നക്ഷത്രം ചില വർഷങ്ങൾ കൊണ്ട് തന്നെ ഒരു വലിയ പൊട്ടിത്തെറിയോടെ ഇല്ലാതാകുന്നു. ഒപ്പം അതിനെ ചുറ്റിക്കൊണ്ടിരുന്ന ഗ്രഹങ്ങളും നശിച്ചു പോകുന്നു. എന്നാൽ പല കോടി വർഷങ്ങൾ കൊണ്ട് തന്നെ ആ സൂപ്പർനോവയുടെ ചാരത്തിലും മറ്റവശിഷ്ടങ്ങളിലും നിന്നുമായി ചില ഗ്രഹങ്ങൾ അവിടെ രൂപം കൊള്ളാൻ തുടങ്ങുന്നു. PSR B1257+12 എന്ന പൾസാറിന് ചുറ്റും ഡ്രാഗൺ എന്ന സോംബി പ്ലാനറ്റിനു ശേഷം വീണ്ടും ഒരു ഗ്രഹം നിലനിൽക്കുന്നുണ്ട് എന്ന് ഗവേഷകർ കണ്ടെത്തി. ഭൂമിയിൽ നിന്നും 2300ഓളം പ്രകാശവർഷം അകലെ നിലനിൽക്കുന്ന കന്നിരാശിയിലുള്ള സൗരയൂഥത്തിനു പുറത്തുള്ള ഗ്രഹമാണിത്. ഭൂമിയെ അപേക്ഷിച്ച് ഏകദേശം 2 മടങ്ങോളം വലിപ്പമുള്ള ഗ്രഹം. ജർമ്മൻ ഭാഷയിൽ പോട്ടർജിസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ ശബ്ദമുണ്ടാക്കുന്ന പ്രേതത്തോട് ഉപയോഗിക്കാവുന്ന അമാനുഷികമായ ജീവികളെയാണ്. ഒരുപക്ഷേ അതുപോലെ തന്നെയാകാം ഈ ഗ്രഹവും നിലനിൽക്കുന്നത്. ഒരു സൂപ്പർനോവയ്ക്ക് ശേഷം രൂപപ്പെട്ടതുകൊണ്ടും പൾസാർ പോലുള്ള നക്ഷത്രത്തെ ഭ്രമണം ചെയ്യുന്നത് വഴി ശക്തമായ റേഡിയോ ബീമുകൾ ഈ ഗ്രഹത്തിൽ പതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങളെല്ലാം സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 66 ദിവസങ്ങൾ കൊണ്ടാണ് ഈ ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തെ പരിക്രമണം ചെയ്യുന്നത്. അതായത് ഭൂമിയിലെ 66 ദിവസങ്ങളാണ് പോട്ടോർജിസ്റ്റിലെ ഒരു വർഷം എന്നത്. ഏകദേശം 80 ഡിഗ്രി സെൽഷ്യസ് മുതലാണ് ഇവിടുത്തെ താപനില എന്നും കണക്കാക്കുന്നു. എന്നാൽ കളി ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നുണ്ടായിരുന്നില്ല. ഇതേ പൾസാറിന് ചുറ്റുമായി ഡ്രാഗൺ എന്ന ഗ്രഹത്തിനു ശേഷവും പോട്ടോർജിസ്റ്റ് എന്ന ഗ്രഹത്തിനു ശേഷവുമായി അവിടെ വീണ്ടും ഒരു ഗ്രഹം കൂടി നിലനിൽക്കുന്നുണ്ടായിരുന്നു.